ലോകമെമ്പാടുമായി 2.2 ബില്യൺ ക്രിസ്തുമത വിശ്വാസികളുണ്ട്. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന 4 പേരിൽ ഒരാൾ ക്രിസ്ത്യാനിയായി. നമുക്ക് പരിശോധിക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന 11 രാജ്യങ്ങളെക്കുറിച്ച്. 2000 വർഷം മുമ്പ് മധ്യപൂർവ്വ ദേശത്ത് ഒരു ചെറിയ സമൂഹമായി ആരംഭിച്ചതാണ് ക്രിസ്തീയ വിശ്വാസം. എങ്ങനെയാണ് ഇത് ലോകത്തിൻ്റെ ഓരോ കോണിലേക്കും വ്യാപിച്ചത്? കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി ആഗോള ക്രിസ്ത്യൻ ജനസംഖ്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2010-നും 2020-നും ഇടയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം 6% വർദ്ധിച്ചിട്ടുണ്ട്. ആഗോള ജനസംഖ്യയിൽ 29% ജനങ്ങളാണ് ക്രിസ്ത്യാനികളായി കണക്കാക്കപ്പെടുന്നത്. യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമുള്ള രാജ്യങ്ങൾ നൂറ്റാണ്ടുകളായി ക്രിസ്തീയ വിശ്വാസം പിന്തുടരുന്നവയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ യൂറോപ്പിലെയും അമേരിക്കയിലെയും ക്രൈസ്തവരുടെ എണ്ണത്തിൽ ചെറിയ നിലയിലുള്ള കുറവ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ആഫ്രിക്കയിലും ഏഷ്യയിലും ക്രൈസ്തവ വിശ്വാസത്തിന് അഭൂതപൂർവമായ സ്വീകാര്യത ലഭിക്കുകയും അവിടെയുള്ള ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. 2010-നും 2020-നും ഇടയിൽ ആഫ്രിക്കയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം 31% വർദ്ധിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള 11 രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്ത് അമേരിക്ക നിൽക്കുമ്പോൾ 21.9 കോടി ജനങ്ങളാണ് അവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ളത്. ജനസംഖ്യയുടെ 63%. അമേരിക്കൻ ജനസംഖ്യയിൽ 40% പ്രൊട്ടസ്റ്റന്റുകളും 19% കത്തോലിക്കരുമാണ്. യൂറോപ്യൻ കുടിയേറ്റത്തിലൂടെയാണ് ക്രിസ്തുമതം അമേരിക്കയിലേക്ക് എത്തുന്നത്. ബ്രിട്ടീഷ് കോളനികളിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾക്കും സ്പാനിഷ് ഫ്രഞ്ച് കോളനികളിൽ കത്തോലിക്ക വിഭാഗത്തിനും ആധിപത്യമുണ്ടായത് പഴയകാല ചരിത്രം. കത്തോലിക്ക സഭയുടെ വർധനവിന് പ്രധാന കാരണമായി ഇപ്പോൾ നിൽക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റമാണ്. ട്രംപിൻ്റെ പുതിയ നയങ്ങളിലൂടെ ഒരുപക്ഷെ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിലുള്ള വർധനവ് പതിയെ കുറയാനും സാധ്യതയുണ്ട്. ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ബ്രസീലാണ്. 16.9 കോടി ക്രിസ്ത്യാനികളാണ് ഇവിടെയുള്ളത്. ജനസംഖ്യയുടെ 79.5% ക്രിസ്തുമത വിശ്വാസികളുമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള രാജ്യമാണ് ബ്രസീൽ. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കത്തോലിക്കരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്നു. 2010-ലെ 65%-ൽ നിന്ന് 2022-ലേക്ക് വരുമ്പോൾ അത് 57%-ആയി മാറിയിരിക്കുന്നു. ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനങ്ങൾ, പെന്തക്കോസ്ത് സഭകളൊക്കെ അവിടെ വളരെ വേഗം വളർന്നു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ പ്രസ്ഥാനങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ സാമൂഹിക സേവനങ്ങൾ നൽകിയും വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടുമാണ് വളർന്നു വരുന്നത്. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം മെക്സിക്കോയാണ്. 11.8 കോടി ക്രിസ്ത്യാനികൾ അവിടെയുണ്ട്. രാജ്യത്തെ ജനസംഖ്യയുടെ 89% ആളുകളും ക്രിസ്തുമത വിശ്വാസികളാണ്. അതിൽ 78% കത്തോലിക്കരാണ്. സ്പാനിഷ് ഭരണകാലത്താണ് കത്തോലിക്ക മതം ഇവിടെ ശക്തി പ്രാപിക്കുന്നത്. 11-ാം നൂറ്റാണ്ടിൽ ലിബറൽ പരിഷ്കാരങ്ങൾ വരുന്നതുവരെ കത്തോലിക്ക സഭയ്ക്ക് രാജ്യത്ത് പൂർണ്ണമായ ആധിപത്യമുണ്ടായിരുന്നു. തെക്കൻ അതിർത്തി പ്രദേശങ്ങളിലാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിച്ച് വളരുന്നത്. ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ള രാജ്യം നൈജീരിയയാണ്. ക്രൈസ്തവ പീഡനങ്ങൾ വല്ലാതെ നടക്കുന്ന ഒരു രാജ്യമായ നൈജീരിയ ക്രൈസ്തവരുടെ എണ്ണത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് നൈജീരിയ. രാജ്യത്തെ ജനസംഖ്യയിൽ 45% ക്രിസ്ത്യാനികളും 45% മുസ്ലിങ്ങളുമാണ്. അങ്ങനെ തുല്യമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്താണ് ഇങ്ങനെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും 2 മേഖലകളിലായി തിരിഞ്ഞ് പാർക്കുവാൻ തുടങ്ങുന്നത്. തെക്കൻ നൈജീരിയയിൽ ക്രിസ്തുമതവും വടക്കൻ മേഖലകളിൽ ഇസ്ലാമും വ്യാപിക്കുവാൻ കാരണമായി തീർന്നു. കത്തോലിക്കരും ആംഗ്ലിക്കൻസും പെന്തക്കോസ്തുകാരും ബാപ്റ്റിസ്റ്റുകാരും എല്ലാം ഇവിടെ വളരെ സജീവമാണ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്. കോങ്കോയും ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അവിടെ 10.5 കോടി ക്രിസ്ത്യാനികളുണ്ട്. അത് ജനസംഖ്യയുടെ 93.1% വരും. അതിൽ 48% പ്രൊട്ടസ്റ്റന്റുകാരും 47% കത്തോലിക്കരുമാണ്. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാരാണ് ക്രിസ്തുമതം ഇവിടെ എത്തിക്കുന്നത്. എന്നാൽ ബെൽജിയൻ ഭരണകാലത്താണ് ഇത് പൂർണ്ണമായി ക്രൈസ്തവ രാജ്യമായി മാറുന്നത്. ആഫ്രിക്കൻ സംസ്കാരങ്ങളെ ക്രിസ്തുമതവുമായി സമന്വയിപ്പിക്കുന്ന കിംബാഗുയിസം പോലുള്ള തദ്ദേശീയ ക്രിസ്ത്യൻ പ്രസ്ഥാനങ്ങളും ഇവിടെ സജീവമാണ്. 6ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ രാജ്യമാണ് ഫിലിപ്പൈൻസ്. 10 കോടി ജനങ്ങൾ അവിടെ ക്രിസ്ത്യാനികളായിട്ടുണ്ട്.
സ്പാനിഷ് കൊളോണിയൽ ഭരണത്തിലൂടെ കത്തോലിക്ക മതം അവിടെ ഏറ്റവും പ്രധാന മതമായി മാറി. 79% ജനങ്ങൾ കത്തോലിക്കരാണ്. ഇപ്പോൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും വളർച്ച പ്രാപിച്ചു വരുന്നു. 7ാം സ്ഥാനത്തുള്ളത് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയാണ്. ലോകത്തിലെ ഏറ്റവും പുരാതന ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലൊന്നാണ് എത്യോപ്യ. ഇവിടെ 9.1 കോടി ക്രിസ്ത്യാനികളുണ്ട്. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയാണ് അവിടുത്തെ ഏറ്റവും വലിയ സഭ. രാജ്യത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും വളർന്നു വരുന്നുണ്ട്. 8ാമത്തെ സ്ഥാനത്തുള്ളത് ചൈനയാണ്. സംശയിക്കേണ്ട, കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയിൽ 7 കോടിയിലധികം ക്രിസ്ത്യാനികളുണ്ട്. ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം 4.4 കോടി ക്രിസ്ത്യാനികളാണുള്ളത്. എന്നാൽ സ്വതന്ത്രമായ ഏജൻസികളുടെ കണക്കുകൾ ഇതിനേക്കാളൊക്കെ പല മടങ്ങാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സഭകളും അനൗദ്യോഗിക ഹൗസ് ചർച്ചുകളും ധാരാളമായിട്ടുണ്ട്. ചൈനയെക്കുറിച്ച് ഞാൻ ചെയ്ത ചില വീഡിയോകൾ ഈ ചാനലിലുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. 9ാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയിൽ 5.6 കോടി ക്രിസ്ത്യാനികളുണ്ട്. അതായത് ജനസംഖ്യയുടെ 86% ക്രൈസ്തവരാണ്. കത്തോലിക്ക, പ്രൊട്ടസ്റ്റന്റ്, പിന്നെ ആഫ്രിക്കൻ ചർച്ചുകളൊക്കെ അവിടെ ധാരാളമായിട്ടുണ്ട്. 10ാമത് നിൽക്കുന്ന രാജ്യം കെനിയയാണ്. കെനിയയിലെ ജനസംഖ്യയുടെ 85.5% ക്രിസ്ത്യാനികളാണ്. 4.9 കോടിയാണ് അവിടുത്തെ ക്രൈസ്തവരുടെ എണ്ണം. ഇവിടെയും കത്തോലിക്കരും ആംഗ്ലിക്കൻ ചർച്ചുകളും പെന്തക്കോസ്തുകാരും ഒക്കെ ഉണ്ട്. 11ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇറ്റലിയാണ്. 48 ദശലക്ഷം, അതായത് 4.8 കോടി ആളുകൾ അവിടെ ക്രിസ്ത്യാനികളാണ്. കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായി വത്തിക്കാൻ ഇവിടെയാണ്. ജനസംഖ്യയുടെ 80.8% ക്രിസ്ത്യാനികളായിട്ടുള്ള ഈ രാജ്യത്ത് കത്തോലിക്കർക്ക് തന്നെയാണ് ഭൂരിപക്ഷം. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും കുറച്ചേറെയുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ക്രിസ്തുമതം ഇനിയും യൂറോപ്പിൻ്റെ മാത്രം മതമല്ല, അത് അതിവേഗം വളരുന്ന ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, ഏഷ്യൻ സമൂഹങ്ങളുടെ ഒരു പ്രധാന മതവിഭാഗമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ രാജ്യങ്ങളിലെ യുവജനതയുടെ പങ്കാളിത്തവും പ്രാദേശിക സംസ്കാരങ്ങളുമായി ക്രിസ്തുമതത്തെ സമന്വയിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമൊക്കെ ഈ മാറ്റങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ആഗോള ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്വഭാവത്തെയും നേതൃത്വത്തെയും ഭാവിയിൽ വലിയ തോതിൽ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ളത് ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളാണെന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. ഇതുപോലെയുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.